വളരെയധികം സന്തോഷം നൽകിക്കൊണ്ട് ആരാധകരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന വാർത്തയായിരുന്നു ഫെബ്രുവരി 14-ാം തീയതി ISL കിക്ക് ഓഫ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത. അതായത് സ്പോർട്സ് മിനിസ്ട്രിയിൽ നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ പ്രകാരം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു ഫെബ്രുവരി 14-ാം തീയതി ISL ആരംഭിക്കും എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുറേ ക്ലബ്ബുകളൊക്കെ തന്നെ ആദ്യം അംഗീകരിച്ചെങ്കിലും മറ്റു ചില ക്ലബ്ബുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൺഫർമേഷൻ, അതായത് തങ്ങളുടെ ക്ലബ് അധികാരികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തിയതിനു ശേഷമാണ് ISLിലേക്ക് പങ്കെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ISLന് വേണ്ടി, അതായത് ഫെബ്രുവരി 14-ാം തീയതി ആരംഭിക്കുന്ന ISLന് വേണ്ടി പ്രിപ്പറേഷനൊക്കെ തന്നെ തുടങ്ങി എന്ന തരത്തിൽ വാർത്ത വരുന്നുണ്ട്. പോരാത്തതിന് ഈ ഒരു ISL സീസൺ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് 90 മത്സരങ്ങൾ മാത്രമുള്ള ഒരു ISL സീസണാണ്. ഒരു ക്ലബിന് ഏതാണ്ട് 13ഓളം മത്സരങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരു സീസൺ ആയിരിക്കും ഇത്. കാരണം സാധാരണയായിട്ടുള്ള ISLന്റെ ഒരു ഫിക്ചർ പ്രകാരം ഹോം ആൻഡ് അവേ മത്സരങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടം. അതായത് ഒരു ക്ലബിന് ഏതാണ്ട് നിലവിലെ ISLൽ 14 ക്ലബ്ബുകളാണ് ഉള്ളത്. സോ അതിനാൽ തന്നെ ഒരു ക്ലബിന് ഹോം ആൻഡ് അവേ മത്സരങ്ങളുടെ ആസ്പെക്റ്റിൽ ഏതാണ്ട് 26 മത്സരങ്ങളോളം ലഭിക്കേണ്ട ഒരു സീസൺ ആയിരുന്നു ഇത്. എന്നാൽ ഈ ഒരു നിലവിലെ ഒരു അൺസർട്ടനിറ്റി മൊത്തത്തിൽ ബാധിച്ച സ്ഥിതിക്കും പോരാത്തതിന് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ISL ഈ മാസങ്ങളിലൊന്നും ആരംഭിക്കാതെ ഇപ്പോൾ ജനുവരിയിലാണ് അതിൻ്റെ ISL നടക്കും, അതായത് ഫെബ്രുവരി 14-ാം തീയതി നടക്കും എന്നൊരു കൺഫർമേഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സാഹചര്യത്തിലാണ് 90 മത്സരങ്ങളിലേക്ക് ഈ ഒരു ISL സീസൺ വെട്ടി ചുരുക്കിയിട്ടുണ്ടായിരുന്നത്. പോരാത്തതിന് ക്ലബ്ബുകൾക്ക് ഇത് നടത്തുന്നതിലൂടെ വളരെ വലിയൊരു സാമ്പത്തിക നഷ്ടം നേരിടേണ്ടതായിട്ട് വരുമെന്ന കാര്യം വളരെയധികം ഉറപ്പാണ്. AIFFന്റെ ഭാഗത്തുനിന്ന് ഒരു ഫണ്ട് റേസിംഗ് ഉണ്ടെങ്കിൽ പോലും സെൻട്രൽ റവന്യൂയുടെ ഭാഗമായിട്ട് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന്, എല്ലാ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും ഏതാണ്ട് 1 കോടിയോളം രൂപ ഫ്രാഞ്ചൈസി ഫീ ആയിട്ട് മേടിക്കും എന്ന കാര്യം ഉറപ്പാണ്. പോരാത്തതിന് ക്ലബ്ബുകൾക്ക് ഈ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട താരങ്ങളുടെ റിമ്യൂണറേഷനും മറ്റ് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാങ്കേതിക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതിന് വളരെ വലിയൊരു ഫണ്ട് തന്നെ, ഏതാണ്ട് ഒരു 30 മുതൽ 40 കോടി രൂപയോളം തന്നെ ഒരു ക്ലബിന് എക്സ്പെൻസ് ആയിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തിരിച്ച് ഒരു റിട്ടേൺസ് ആയിട്ട് ലഭിക്കുക അതിൻ്റെ 4-ൽ 1 അംശം മാത്രമായിരിക്കും എന്നൊരു ആശങ്ക നിലവിലെ ക്ലബ്ബുകൾക്കുണ്ട്. ഇങ്ങനെ ISL സീസൺ നടത്തി കഴിഞ്ഞാൽ പോലും അവർക്കതൊരു വലിയൊരു നേട്ടമാവണം എന്നില്ല എന്നുള്ളത് വളരെ വലിയ ആശങ്കയാണ്. അതിനാൽ തന്നെ ക്ലബ്ബുകൾ കൂടുതലും ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് ISL കളിക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതലെന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 3 വിദേശ താരങ്ങളുടെ വേക്കൻസിയാണ് ഉള്ളത്. ISLന്റെ അൺസർട്ടനിറ്റി പടർന്ന് പന്തലിച്ച സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയും നോഹ സദോയും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇന്ത്യൻ ഏഷ്യൻ സൂപ്പർ ലീഗിലേക്ക് ലോണിന് പോയിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യവും പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുൻപോടിയായിട്ട് ജസ്റ്റ് മുമ്പ് എത്തിച്ചിട്ടുണ്ടായിരുന്ന തിയാഗോ ആൽവസ്, പോർച്ചുഗീസ് താരം, അദ്ദേഹം ക്ലബ്ബ് വിട്ടുകൊണ്ട് മറ്റൊരു പെർമനൻ്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ടായിരുന്ന അവസ്ഥയും നമ്മൾ കണ്ടുണ്ടായിരുന്നതാണ്. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിദേശ താരങ്ങൾ ടീം വിട്ടേക്കുമെന്ന തരത്തിലുള്ള ഒരു വാർത്ത നിലവിൽ ഇപ്പോഴും പരക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി ISL സീസൺ നടന്നു കഴിഞ്ഞാൽ തന്നെ ക്ലബ്ബുകൾക്കൊക്കെ തന്നെ വലിയൊരു നഷ്ടം നേരിടേണ്ടതായിട്ട് വരും. മറിച്ച് AIFFന് അതൊരു മികച്ച ഒരു നല്ലൊരു പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും അവരത് എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ക്ലബ്ബുകൾക്ക് അതൊരു ബാധ്യതയാവാനുള്ള സാധ്യതകളും ഉണ്ട്. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ISL നടക്കുമെന്നൊരു കാര്യം നമുക്കറിയാം. ഫെബ്രുവരി 14-ാം തീയതി നടക്കുമെന്നൊരു കാര്യം അറിയാം. ഈ നടന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു 13 മത്സരത്തിൽ ഏതാണ്ട് ഒരു 6 മത്സരം അല്ലെങ്കിൽ 7 മത്സരം ഹോം മത്സരവും എവേ മത്സരവുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലബ്ബുകൾക്കും ആ ഒരു തരത്തിലായിരിക്കും ഉണ്ടാവുക. അതായത് ക്ലബിൻ്റെ ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സ് ആ ടീമിൻ്റെ ആരാധകർക്കാണെങ്കിൽ പോലും കൊച്ചി, അല്ലെങ്കിൽ അതായത് കൊച്ചി സ്റ്റേഡിയം ആണ് ബ്ലാസ്റ്റേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെന്ന് കളി കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ സ്റ്റേഡിയം എടുക്കുമോ എന്നൊരു കാര്യത്തിലും നിലവിൽ ആശങ്ക അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്റ്റേഡിയം മാറ്റുവാനായിട്ട്, അതായത് തങ്ങളുടെ നമുക്കറിയാം കൊച്ചി കലൂർ സ്റ്റേഡിയമാണ് സാധാരണയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു സ്റ്റേഡിയം മാറ്റിക്കൊണ്ട് മറ്റ് ഏതെങ്കിലും ഒരു മികച്ച സ്റ്റേഡിയം എടുക്കുവാനായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചും നിലവിലൊരു വാർത്ത പരക്കുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ കൺഫർമേഷൻസ് ലഭിക്കേണ്ടതായിട്ടുണ്ട്.